സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ച പ്രൊസ്യൂമേഴ്സും സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന കൺസ്യൂമേഴ്സും ആശങ്കയോടുകൂടിയാണ് കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷന്റെ റെഗുലേഷനുകളെ നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിലായിരിക്കുകയാണ്. മസ്റ്റായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പോയിന്റുകളുണ്ട്. ആദ്യമായി, നേരത്തെ നിലനിന്നിരുന്നത് പോലെ തന്നെ 20 കിലോവാട്ട് വരെയുള്ള ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് നെറ്റ് മീറ്ററിംഗ് തുടർന്നും ലഭ്യമാണ്. അതുപോലെ തന്നെ 3 കിലോവാട്ട് വരെയുള്ള കസ്റ്റമേഴ്സിനെ ഭാവിയിലും ഒരു തരത്തിലും ബാധിക്കാത്ത രീതിയിലാണ് റെഗുലേഷനുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. 10 കിലോവാട്ടിന് മുകളിൽ അല്ലെങ്കിൽ 15 കിലോവാട്ട് 20 കിലോവാട്ട് വരുന്ന കൺസ്യൂമേഴ്സിന് സ്ഥാപിത ശേഷിയുടെ 10% ബാറ്ററി ബാക്കപ്പ് വേണം എന്ന ഒരു നിബന്ധന നിഷ്കർഷിച്ചിട്ടുണ്ട്. പിന്നെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 5 കിലോവാട്ട് മുതലുള്ള ഇൻവെർട്ടറുകൾ 3 ഫേസ് ആകണം എന്നുള്ളത് നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് 2027 മാർച്ച് 31 വരെ അതിനൊരു എക്സംഷൻ നൽകിയിട്ടുണ്ട്. നമ്മുടെ സർവീസ് ലൈൻ അവിടെ 3 ഫേസ് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സിന് സിംഗിൾ ഫേസിൽ തന്നെ തുടരാവുന്നതാണ്. 2027 ഏപ്രിൽ 1 മുതൽ 5 കിലോവാട്ട് മുതൽ മുകളിലേക്കുള്ള എല്ലാ പവർ പ്ലാന്റുകളും 3 ഫേസ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഗ്രിഡ് സപ്പോർട്ട് ചാർജിനെ കുറിച്ച് പറയുമ്പോൾ 10 കിലോവാട്ട് വരെയുള്ള കൺസ്യൂമേഴ്സിനെ ഗ്രിഡ് സപ്പോർട്ട് ചാർജിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ തുടർന്നുള്ള വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്.